മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഏറ്റവും ആശ്വാസകരമായ ദിവസമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒന്നാം പരാതി കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒന്നാം ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ ആയിരുന്നു വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നത്. ആ വാദപ്രതിവാദത്തിനിടയിൽ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. മുൻകൂർ ജാമ്യമാണ് അനുവദിക്കുകയും ചെയ്തിരുന്നത്. ഈ സാഹചര്യത്തിൽ കോടതി പറഞ്ഞ വളരെ നിർണായകമായ നിരീക്ഷണങ്ങളുണ്ട്. ആ നിരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫെനി നൈനാൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. മറ്റാരും പറയാൻ മടിക്ക ചില കാര്യങ്ങൾ ഫെനി തുറന്നു പറയുകയും സത്യാവസ്ഥ മനസ്സിലാക്കി തരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഫെനിയുടെ ഒരു പോസ്റ്റും വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ കേസിനെ ചുറ്റിപ്പറ്റി നടന്ന മാധ്യമ വിചാരണകളെ കടന്നാക്രമിച്ച അഡ്വക്കേറ്റ് ഫെനി നൈനാൻ പരാതിക്കാരി ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ കോടതിയിൽ അടിഞ്ഞിട്ടും അന്തിച്ചർച്ചകളിൽ വിധി പ്രസ്താവിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ് എന്ന് ഫെനി നൈനാൻ തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പരിഹസിക്കുകയാണ്. കോടതിയിൽ പൊളിഞ്ഞു വീണ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. മാധ്യമങ്ങൾ വലിയ രീതിയിൽ സെൻസേഷണലൈസ് ചെയ്ത പല ആരോപണങ്ങളും കോടതിയിൽ നിലനിന്നില്ല എന്ന് ഫെനി ചൂണ്ടിക്കാട്ടുന്നു. പരസ്പര സമ്മതത്തോടെ ദീർഘകാലം ബന്ധം തുടർന്ന ശേഷം അത് തകരുമ്പോൾ ബലാത്സംഗ പരാതിയുമായി വരുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചു. പരാതിക്കാരി ആരോപിച്ച ഗർഭഛിദ്രം നടന്നത് അവരുടെ കൂടി സമ്മതത്തോടു കൂടിയാണ് എന്ന് കോടതി വ്യക്തമാക്കിയതോടെ മറുഭാഗത്തിന്റെ വാദങ്ങൾ ദുർബലമായി. ബലാത്സംഗം, മുറിവേൽപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കോടതി നിരീക്ഷിച്ചതായും ഫെനി നൈനാൻ ചൂണ്ടിക്കാട്ടുന്നു. മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെ വിമർശനം. രാഹുലിന്റെ അറസ്റ്റും ജയിലിലാക്കലും ആഘോഷമാക്കിയ മാധ്യമങ്ങൾ ജാമ്യ ഉത്തരവിലെ സുപ്രധാന നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്യാത്തതിനെ കുറിപ്പിൽ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. സാധാരണ ജാമ്യ ഉത്തരവുകളിൽ ഉണ്ടാകാറുള്ള വ്യവസ്ഥകളെ കർശനം എന്ന് വിശേഷിപ്പിച്ച് മാധ്യമങ്ങൾ പുകമറ സൃഷ്ടിക്കാറുണ്ട്. മുൻപ് സമരത്തിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച ജാമ്യത്തെക്കാൾ ലഘുവായ വ്യവസ്ഥകളാണ് ഇപ്പോഴത്തേത് എന്ന് ഇവർ മറച്ചുപിടിക്കുന്നു. കോടതിയുടെ താക്കീത്. ബന്ധം പരാജയപ്പെട്ടപ്പോൾ ബലാത്സംഗ പരാതി നൽകുന്നത് പുതിയ കാലത്തെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഹൈക്കോടതി ആവർത്തിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവണതകളെ സുപ്രീം കോടതി അപലപിച്ചിട്ടുണ്ടെന്ന വസ്തുതകൾ എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിക്കുന്നു. കിളിക്കുഞ്ഞിന്റെ കരച്ചിൽ പോലെ എന്നൊക്കെ നാടകീയമായ ഡയലോഗുകൾ അടിച്ച് വൈകാരികത സൃഷ്ടിച്ച ചാനൽ അവതാരകർ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ഒളിച്ചോടുകയാണ്. സത്യങ്ങൾ എത്ര കാലം മറച്ചുവെച്ചാലും അത് പുറത്തു വരുമെന്നും അന്ന് മാധ്യമ വിചാരണ നടത്തിയ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നും ആണ് ഫെനി നൈനാന്റെ കുറിപ്പിന്റെ ഉള്ളടക്കം. ഫെനി നൈനാന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. പരാതികൾ വാർത്തയാകുകയും അറസ്റ്റും ജയിലും പ്രമേയമാക്കി അന്തിച്ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്ന മാധ്യമങ്ങൾ ഇന്ന് നിശബ്ദമാണ്. അവർ ഇന്ന് ചർച്ചയാകുന്നത് ജാമ്യ വ്യവസ്ഥകളാണ്. ഇത് കർശനമാണ് എന്നാണ്. എന്നാൽ ഇതിലും കർശന നടപടികളാണ് അയാൾ സമരം നടത്തി ജയിലിലായിട്ട് ജാമ്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്. ഏത് കേസിലും ജാമ്യത്തിലാകുമ്പോൾ ഇത്തരം വ്യവസ്ഥകൾ ഉണ്ടാകാറുണ്ട് എന്ന് മറന്നാണോ മാധ്യമങ്ങൾ ഓരോന്ന് പുലമ്പുന്നത്? കോടതിയിൽ പരാതിക്കാരി കൊടുത്ത മാധ്യമങ്ങൾ സെൻസേഷണലൈസ് ആക്കിയ കാര്യങ്ങളൊക്കെ ഇന്നലെ കോടതിയിൽ പൊളിഞ്ഞു വീണത് ആരും എന്തേ വാർത്തയാക്കാത്തത്? ബലാത്സംഗവും മുറിവേൽപ്പിക്കലും ഒന്നും കോടതിയിൽ നിന്നില്ല. ഗർഭഛിദ്രം നടന്നിട്ടുണ്ടെങ്കിൽ പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണെന്ന് കോടതി പറഞ്ഞു. നല്ല പോലെ ബന്ധത്തിൽ ഇരുന്നിട്ട് പിന്നീട് ആ ബന്ധം തകരുമ്പോൾ കൊടുക്കുന്ന ബലാത്സംഗ പരാതി നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞത് ചർച്ചയ്ക്ക് വഴിവെക്കുന്നുണ്ട്. പരസ്പര ഇഷ്ടത്തോടെയുള്ള ബന്ധം തകരുമ്പോൾ ബലാത്സംഗം പരാതി കൊടുക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഹൈക്കോടതി ജാമ്യ ഉത്തരവിൽ ഉൾപ്പെടുത്തിയത് ചർച്ചയ്ക്ക് വെക്കേണ്ടേ എന്ന ചോദ്യവും ഉയർന്നു. ഇത്തരം പരാതികളെ സുപ്രീം കോടതി അപലപിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതി ഗൗരവത്തോടെ പറഞ്ഞത് ചർച്ചയ്ക്ക് വെക്കേണ്ടേ? കിളിക്കുഞ്ഞിന്റെ കരച്ചിൽ പോലെ എന്നൊക്കെ നാടക ഡയലോഗ് അടിച്ച ചാനൽ അവതാരകർ ഇപ്പോൾ എവിടെയാണ്? നിങ്ങളൊക്കെ എത്ര മറച്ചുവെക്കാൻ നോക്കിയാലും സത്യമൊക്കെ പുറത്തു വരും. അന്ന് സത്യങ്ങൾ അറിയുമ്പോൾ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നും ഫെനി നൈനാൻ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ ലൈംഗിക ബന്ധവും ഗർഭഛിദ്രവും ഉഭയസമ്മത പ്രകാരമാണ് എന്ന് സൂചിപ്പിച്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളിൽ നിന്നടക്കം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നും മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി പരാമർശിക്കുന്നു. ക്രൂരമായ പീഡനത്തിന് ഇരയായ ഒരാൾ വീണ്ടും അതേ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നത് അവിശ്വസനീയമാണ് എന്നും ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഇരുവരും തമ്മിലുള്ളതെന്നുമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. ബന്ധം തകരുമ്പോൾ അത് പീഡന കേസായി മാറ്റുന്ന പ്രവണത ശരിയല്ലെന്നും ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്നും ജസ്റ്റിസ് കൗസർ എടബക്കത്തിന്റെ ഉത്തരവിലുണ്ട്.
ഗർഭചിത്രം പരാതിക്കാരുടെ സമ്മതത്തോടെയാണെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. രാഹുലിന്റെ സുഹൃത്താണ് യുവതിക്ക് ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകിയത്. ഇത് യുവതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വാട്സപ്പ് ചാറ്റുകളിലൂടെ എന്നും കോടതി നിരീക്ഷിച്ചു. ഗർഭചിത്രം രാഹുലിന്റെ നിർബന്ധപ്രകാരമായിരുന്നോ എന്ന് വിചാരണയിൽ വ്യക്തമാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. പ്രായപൂർത്തിയാക്കിയ രണ്ട് വ്യക്തികൾ പരസ്പരം സമ്മതത്തോടെ ദീർഘകാലം ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗമായി കണക്കാക്കാനാവില്ല. ഇത്തരം ബന്ധങ്ങൾ പരാജയപ്പെടുമ്പോൾ അവയെ ക്രിമിനൽ കുറ്റമാക്കുന്ന പ്രവണതയിൽ സുപ്രീം കോടതി നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളതായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പരാതിക്കാരി രാഹുലുമായി മുൻപ് പ്രണയത്തിലായിരുന്നുവെന്നും ആരോപിക്കപ്പെട്ട സംഭവത്തിന് ശേഷം അവർ ഒന്നിച്ചു കഴിഞ്ഞിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. അതിനാൽ ഇത് നിർബന്ധിത ലൈംഗിക അതിക്രമമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു താനും അതിജീവിതയുമായി ഉണ്ടായിരുന്നത് എന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ പരാതി നൽകിയതാണ് എന്നുമായിരുന്നു രാഹുൽ വാദിച്ചത്. ഈ വാദങ്ങളെ ശരിവെക്കുന്ന വിധത്തിലാണ് ഹൈക്കോടതിയിൽ നിന്നും വിധി ഉണ്ടായിരിക്കുന്നത്. ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിന് വരുന്നതല്ല. ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ് ഉള്ളത്. ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുകൾ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. തനിക്കെതിരെയുള്ള അന്വേഷണത്തിലും രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന ഏറെ വൈകി നൽകിയ പരാതി മുഖ്യമന്ത്രിക്കാണ് നൽകിയത് തുടങ്ങിയ കാര്യങ്ങളും രാഹുൽ ഉന്നയിച്ചിരുന്നു. രാഹുൽ നിരന്തരം കുറ്റവാളിയാണെന്ന പ്രോസിക്യൂഷൻ വാദം ഹൈക്കോടതി അംഗീകരിച്ചതേയില്ല. ആദ്യത്തെ കേസ് ഉണ്ടായതിന് ശേഷമാണ് പിന്നീട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതെന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ബലാത്സംഗ കേസിൽ കർശന വ്യവസ്ഥകളോടുകൂടിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഈ മാസം 16-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും അന്ന് മൊബൈൽ ഫോൺ സമർപ്പിക്കണമെന്നടക്കമുള്ള ഉപാധികളോടെയാണ് ജസ്റ്റിസ് കൗസർ എടബക്കത്തിന്റെ ബെഞ്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 3 ദിവസം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് കോടതിയുടെ നിർദ്ദേശം. ഒപ്പം കേരളം വിട്ടു പോകരുത് എന്നും പാസ്പോർട്ട് സമർപ്പിക്കാനും രാഹുലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കസ്റ്റഡിയിലുള്ളതായി കണക്കാക്കി ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്താമെന്നും കോടതി വ്യക്തമാക്കി. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ 10-നും 11-നും ഇടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും അതിജീവിതയെയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. അപകടകരമായ വിവരങ്ങൾ. നേരത്തെ 2ാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യവും 3ാം ബലാത്സംഗ കേസിൽ ജാമ്യവും രാഹുലിന് ലഭിച്ചിരുന്നു. ഇതോടെ രാഹുലിനെതിരെ പോലീസ് എടുത്ത 3 പീഡന കേസിലും ജാമ്യം ലഭിക്കുകയാണ്. രാഹുൽ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് ഗർഭചിത്രത്തിൽ നിർബന്ധിച്ചെന്ന് ആരോപിച്ച് അതിജീവിത നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യവുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി അനുവദിക്കാതെ വന്നതോടുകൂടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ കോടതി അറസ്റ്റ് വിലക്കിയതോടെയാണ് രാഹുൽ ഒളിവിൽ നിന്ന് പുറത്തുവന്നത്.